സമയം 11 മണി കഴിഞ്ഞു. ക്ലബ് FM-ന്റെ ഈ റൊമാൻറ്റിക് സ്റ്റുഡിയോയിൽ ഞാൻ റീനു, എൻ്റെ കൂടെയുണ്ട്. ഹായ് രേണു, ഞാൻ മമാസാണ്, സിനിമാ കമ്പനിയുടെ സംവിധായകൻ. നിഷ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടേ. മമാസ്, നിഷയും ബോയ് ഫ്രണ്ടും ബ്രേക്കപ്പ് ആയി. ഇപ്പം അവൻ പറയുന്നു നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് തുടരാമെന്ന്. അവൾ ചോദിക്കുന്നത് അത് പോസിബിൾ ആണോ എന്ന്. അതൊരു നമ്മളിങ്ങനെ സിനിമയിലൊക്കെ പറയാം എന്നല്ലാതെ അതിനകത്തൊരു ജെന്യൂനിറ്റി ഉണ്ടാവും തോന്നുന്നില്ല. ഏതെങ്കിലും ഒരു പാസ്റ്റ് ലവറിനെ നമുക്ക് പിന്നെ ഫ്രണ്ട്സ് ആക്കാൻ പറ്റുമോ? നമുക്കത് കമ്പനി ആക്കാം എന്ന് പറയാം, നമ്മളത് ആക്കിയെന്ന് നടിക്കാം എന്നല്ലാതെ വൺസ് ഒരാളോടൊരു പ്രണയം തോന്നിയാൽ പിന്നെ എപ്പോഴും ആ ഒരു ഫീൽ എപ്പോഴും നമുക്ക് കിടക്കും. പെൺകുട്ടികൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പെൺകുട്ടികൾക്ക് അങ്ങനെ തന്നെയാണ് മമ്മാസ്. പിന്നെ ആളൊരു ഫ്രണ്ടായിട്ട് കാണാനൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീനു മമ്മാസും ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. അടുത്ത 2 പാട്ടുകൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എനിക്ക് ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. വെൽക്കം ബാക്ക് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഞാൻ റീനു, എൻ്റെ കൂടെ സിനിമാ കമ്പനി എന്ന മൂവിയുടെ സംവിധായകൻ മമ്മാസ്. പുതിയ ജനറേഷനെ കുറിച്ചല്ലേ സിനിമാ കമ്പനി പറയുന്നത്? പുതിയ തലമുറയ്ക്ക് പ്രണയം ഒരു കുട്ടിക്കളിയാണ് എന്ന് പൊതുവേ ഒരു ആക്ഷേപമുണ്ട്. എന്താ അതിനെക്കുറിച്ച് അഭിപ്രായം? ഇതിനിടക്കാലത്ത് നമ്മൾ ഒരുപാട് കഥകളും ഈ പഴയ കാലവും കഴിഞ്ഞ് ഒരു ഇടക്കാലം കഴിഞ്ഞിട്ട് പുതിയ ജനറേഷനിൽ ഇപ്പോൾ എത്തിയപ്പം നടുക്കുള്ളവരുടെ ഒരുപാട് മോശം കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ അതായത് ഒരു ട്രാൻസിഷൻ്റെ സമയമുണ്ടല്ലോ. ഇപ്പോൾ അമ്മ വീട്ടുകാർ പിടിച്ച് കെട്ടിക്കുന്ന ഒരു സമയം കഴിഞ്ഞിട്ട് ഓടിപ്പോയി കെട്ടുന്നൊരു സമയം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഫ്രണ്ട്സിനെ നമുക്ക് കമ്പാനിയനാക്കണം എന്ന് തോന്നുന്ന ഒരാളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഈ ജനറേഷൻ്റെ ഒരു പ്രത്യേകത അതാണെന്ന് തോന്നുന്നു. കൂടുതലും സുഹൃത്തുക്കളെയാണ് പലരും ചൂസ് ചെയ്യുന്നത്. നല്ലൊരു സുഹൃത്താണ്, അതിലൂടെ നല്ലൊരു ജീവിതം കൊണ്ടുവരാൻ പറ്റുമെന്ന് വിശ്വസിച്ചിട്ട് ജീവിതത്തിലേക്ക് ഇറങ്ങുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ അത്തരം ഒരു ജനറേഷൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അതൊരു വളരെ പോസിറ്റീവായിട്ടൊരു കാര്യം തന്നെയായിട്ട് തോന്നുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അച്ഛന്മാരോടും അമ്മമാരോടും റീനു പറയാം, ഞങ്ങൾക്ക് പ്രണയത്തിന് സീരിയസ്നെസ് ഉണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പ്രണയം എന്താന്ന്. ഇഷ്ടപ്പെടുന്നയാളെ ഞങ്ങൾക്കും ജീവനാ അല്ലേ? Stay tuned to Love Bites on Club FM with Reenu and Mammas. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് ഫൺ. ഇത്ര വയസ്സ് കൂടിയ ആളെ പ്രണയിക്കാവൂ, പ്രണയത്തിൽ ഇത്ര ഏജ് ഡിഫറൻസ് വേണം എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നു. റീനു ചേച്ചി സത്യം പറ, ഡസ് ഏജ് മാറ്റർ ഇൻ ലവ് എന്ന് ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിലേക്ക് മാന്യ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. മമ്മാസ് എന്താ പറയാനുള്ളത്? ഇല്ല, ഏജിലോ കാഴ്ചയിലോ ഒന്നുമല്ല പ്രണയം നിൽക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊക്കെ ആദ്യത്തെ ഒരു കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളുടെ സോൾ എന്താണെന്നുള്ളതാണ്, നമ്മൾ എന്താണ് പ്രകടിപ്പിക്കുന്നത്, നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ഇതൊക്കെയാണ്. പിന്നെ പച്ചയായ ജീവിതം മാത്രമേ ഉള്ളൂ. ആ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ പോകാൻ പറ്റും എന്നുള്ളതിന് മാത്രം ചിന്തയുള്ള. ഇപ്പം ഞാൻ പറയാം, അതിസുന്ദരികളെ കെട്ടിയ ആളുകളുടെ ഞാൻ പറയാം, ആദ്യത്തെ ഒരു അട്രാക്ഷൻ കണ്ടോടാ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് നടക്കാനുള്ള ആദ്യത്തെ ഒരു ഇതുകൾ കുറേ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവവും നമ്മളുമായിട്ടുള്ള ചേർച്ചയും തന്നെയാണ് മുഖ്യം അല്ലേ? എത്രയോ പേര് സാമ്പത്തികം നോക്കി വിവാഹം കഴിച്ച് പരാജയപ്പെട്ടു, സൗന്ദര്യം നോക്കി വിവാഹം കഴിച്ച്, ജാതി നോക്കി വിവാഹം കഴിച്ച് പരാജയപ്പെടുന്നു. അതെല്ലാം ആദ്യത്തെ ഒരു അട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ലൈഫ് തന്നെയാണ്. അത് നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. കാഴ്ചയ്ക്കുള്ള ഭംഗി, പ്രായം, അങ്ങനെ യാതൊരുവിധ തടസ്സങ്ങളും ശരിക്കും പ്രണയത്തിൽ വരരുത്. അതൊന്നും ശരിക്കും മാറ്റർ ചെയ്യുന്നുമില്ല. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് മമ്മാസ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. വെൽക്കം ബാക്ക് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. നിങ്ങളുടെ കൂടെ ഞാൻ റീനു, എൻ്റെ കൂടെ സിനിമാ കമ്പനിയുടെ സംവിധായകൻ മമ്മാസ്. അതെ, നേരത്തെ പറഞ്ഞില്ലേ കാഴ്ച പ്രണയത്തിലൊരു ഭാഗമല്ലാന്ന്. പക്ഷേ പ്രണയം യൂഷ്വലി തോന്നുന്ന ഒരൊറ്റ നോട്ടത്തിലൊക്കെ അല്ലേ? കാഴ്ച ഭാഗമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, കാഴ്ച ഭാഗം തന്നെ ആയിരിക്കാം. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് പോലെ ഇരിക്കും. കാഴ്ച ഭാഗമാക്കിയാൽ പോലും ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയെ ഞാൻ കെട്ടണം എന്നുള്ള ആകരുത് കാഴ്ചപ്പാടെന്ന് ഞാൻ പറഞ്ഞു. ഏറ്റവും നല്ല മനസ്സിന്റെ ഉടമയെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞാൽ അതിന് കുറച്ചുകൂടെ ഒരു ജെന്യൂനിറ്റി ഉണ്ട്. ദാറ്റ് മീൻസ് കാഴ്ചയിലല്ല, കാഴ്ചപ്പാടിലാണ് കാര്യം. ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ സമയം ഇറക്കിയാണ്. ഇനിയും ഒരു റൊമാൻറ്റിക് ഗാനത്തിന്റെ സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് ലവ്.